പ്രിയ സുപ്രഭാതം വായനക്കാരെ, അഭിമാനിക്കാൻ ഇതിലേറെ നമുക്കെന്തു വേണം? രാജ്യത്തെ പ്രമുഖ വെബ് പോർട്ടലാണ് ദ വയർ. ഫാസിസ്റ്റ് ഭരണകാലത്ത് മാധ്യമങ്ങളുടെ വായകൾ മൂടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഭയമില്ലാതെ ഫാഷിസത്തിനെതിരെ പേനയുണ്ടെന്ന മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയുടെ കൂടി പേരാണ് ദ വയർ. മിക്ക മാധ്യമ സ്ഥാപനങ്ങളുടേതുപോലെ വയറിനെയും സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുന്നു. അവർ ക്രൗഡ് ഫണ്ടിങ്ങിനായി ജനങ്ങൾക്ക് മുൻപിലേക്കൊരു അഭ്യർത്ഥന വെക്കുന്നു. ആ അഭ്യർത്ഥനയ്ക്കായി വയറിന്റെ സ്ഥാപകൻ സിദ്ധാർത്ഥ് വരദരാജൻ പങ്കുവെച്ച പത്രത്തിന്റെ പേരാണ് സുപ്രഭാതം. ഈ മാസം 20-നായിരുന്നു മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാൻ അറസ്റ്റ് ഭീഷണി എന്ന തലക്കെട്ടോടെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനെയും കരൺ ഥാപ്പറിനെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി മൗനികളാക്കുവാനുള്ള ശ്രമത്തിനെതിരെ സുപ്രഭാതം വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. പല പത്രങ്ങളും ഈ വാർത്ത ചുരുക്കിയും അപ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചും വാർത്ത തമസ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ജനാധിപത്യത്തിന്റെ 4-ാം തൂണിനെ ബാധിക്കുന്ന, ജനാധിപത്യത്തെ തന്നെ ബാധിക്കുന്ന വിഷയത്തെ സധൈര്യം തുറന്നെഴുതാൻ മടിച്ചില്ല സുപ്രഭാതം. ആ തുറന്നെഴുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ദ വയർ തങ്ങളുടെ നിലനിൽപ്പിന് സാമ്പത്തിക സഹായം വേണമെന്ന് സുപ്രഭാതം പത്രത്തിന്റെ വാർത്താ കട്ടിംഗ് ചേർത്ത് വെച്ചുകൊണ്ട് അതിന്റെ സ്ഥാപകൻ സിദ്ധാർത്ഥ് വരദരാജൻ അഭ്യർത്ഥിക്കുന്നത്. അതെ, സുപ്രഭാതം അങ്ങനെയാണ്. വാർത്തകൾ തമസ്കരിക്കുകയല്ല, ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഏത് വാർത്തക്കാണോ അതീവ പ്രാധാന്യം നൽകേണ്ടത്, ആ വാർത്തകളെ അതേ പ്രാധാന്യത്തിൽ നൽകാൻ എന്നും സുപ്രഭാതം ശ്രദ്ധിച്ചിട്ടുണ്ട്. രാജ്യം ശ്രദ്ധിക്കുന്ന മാധ്യമ പ്രവർത്തകർ അതുകൊണ്ട് തന്നെ സുപ്രഭാതത്തെയും ശ്രദ്ധിക്കുകയാണ്. അവർ സുപ്രഭാതത്തെ വിലയിരുത്തുകയാണ്. തുറന്നെഴുതാൻ ദ വയർ മടി കാണിച്ചിട്ടില്ല. സുപ്രഭാതവും ആ വഴിയിൽ തന്നെയാണ്. അതെ, സത്യമെഴുതാൻ, അസത്യം കുഴിച്ചുമൂടാൻ, ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനായി നിരന്തരം പോരാടാൻ എന്നും മുൻപിൽ തന്നെയുണ്ട് സുപ്രഭാതം. ദേശീയ പ്രാധാന്യമുള്ള ഒരു വാർത്ത വയർ സ്ഥാപകൻ ഒരു മലയാള പത്രത്തെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് വെച്ചു എന്നതിൽ വാർത്തകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മലയാളിക്കും അഭിമാനിക്കാം. ആ അഭിമാനത്തിന് കാരണമായ പത്രത്തിന്റെ പേരാണ് സുപ്രഭാതം. അതെ, നമ്മൾ നെഞ്ചേറ്റു പിടിക്കുന്ന സുപ്രഭാതം.